ഒരു ഫ്രണ്ട് കാരണം ഇന്ത്യക്ക് ലോകത്തിന് മുൻപിൽ തലകുനിച്ച് നിൽക്കേണ്ട ഗതികേട്. കുറച്ചു ദിവസങ്ങളായി വാ തുറന്നാൽ ഇന്ത്യക്കെതിരെ സംസാരിക്കുന്നതാണ് ട്രംപിന്റെ പണി. ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടേത് ചത്ത സമ്പദ് വ്യവസ്ഥയാണെന്ന് വരെ പറഞ്ഞിരിക്കുന്നു. ട്രംപ് പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഉണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത്. ട്രംപ് അങ്ങനെ ഒരു സത്യം പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന് രാഹുൽ പറഞ്ഞു. ഇന്ത്യ ചത്ത സാമ്പത്തിക വ്യവസ്ഥയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊഴികെ എല്ലാവർക്കും അറിയുന്ന സത്യമാണെന്നും രാഹുൽ പറഞ്ഞു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ലോകത്തിലെ മികച്ച 5 സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണെന്ന് നമ്മൾ അഭിമാനം കൊള്ളുമ്പോഴാണ് ട്രംപിന്റെ ഈ സംസാരം. നികുതി രാജാവാണ് ഇന്ത്യ എന്നുകൂടി ട്രംപ് പറയുമ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിൽ വ്യാപാര രംഗത്ത് ഇന്ത്യക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇതിനെതിരെ ഒരു വാക്കുപോലും ഉച്ചരിക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകുന്നുമില്ല. ഓപ്പറേഷൻ സിന്ദൂർ മുതൽ പല കാര്യങ്ങളും പറഞ്ഞ് ട്രംപ് ഇന്ത്യയെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നു. പാകിസ്ഥാനുമായി അമേരിക്ക പുതിയ കരാർ ഉണ്ടാക്കുന്നു. ഒരു ദിവസം പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ വിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുവരെ US പ്രസിഡന്റ് പറഞ്ഞു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിന് ഇന്ത്യക്ക് 25% തീരുവയും പിഴയും അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാനുമായി കരാർ ഒപ്പിട്ടതായി ട്രംപ് വെളിപ്പെടുത്തിയത്. ലോകത്ത് ഏറ്റവും ഉയർന്ന ഇറക്കുമതി തീരുവ ഈടാക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന വാദം ട്രംപ് വീണ്ടും ആവർത്തിക്കുന്നു. ലോക രാജ്യങ്ങൾക്ക് മുൻപിൽ ഇന്ത്യയെ നാണം കെടുത്തുന്ന ഇത്രയും പ്രകോപനപരമായ പ്രസ്താവനകൾ ഉണ്ടാക്കിയിട്ടും ട്രംപിനെ എതിർത്ത് പറയാൻ മോദിക്ക് കഴിയാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ഉയരുന്നത്. മാത്രമല്ല, ഇന്ത്യയെ കുത്തി നോവിക്കുന്നതിനിടെ പാകിസ്ഥാന് വേണ്ടി സാമ്പത്തിക സഹായം ചെയ്യാനും ട്രംപ് തയ്യാറാകുന്നുണ്ട്. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പാക് തീവ്രവാദ സ്വഭാവം തുറന്നു കാട്ടാൻ ഇന്ത്യ ശ്രമിക്കുമ്പോൾ US പാകിസ്ഥാനൊപ്പം നിൽക്കുന്നത് ഇന്ത്യക്ക് തിരിച്ചടിയാണെന്നതിൽ സംശയമില്ല. ട്രംപിന്റെ പുതിയ നീക്കത്തിലൂടെ ഇന്ത്യയുടെ കയറ്റുമതി മേഖലയ്ക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. രൂപയുടെ മൂല്യം കൂടുതൽ താഴ്ന്നേക്കും. ഓഹരി വിപണിക്കും ആഘാതമാകും. ഇന്ത്യയിൽ ഉൽപാദനം കൂട്ടാനുള്ള ആപ്പിളിന്റെ നീക്കത്തിനും തിരിച്ചടിയാകും. ഐഫോൺ വില കൂടും. US 20% തീരുവ ചുമത്തിയാൽ തന്നെ ഇന്ത്യയുടെ GDP വളർച്ചയിൽ ഇടിവിന് വഴിവെക്കുമെന്നാണ് വിലയിരുത്തൽ. ഇപ്പോൾ 25% പ്രഖ്യാപിച്ചതെന്നിരിക്കെ GDPയിൽ കൂടുതൽ ആഘാതം ഇന്ത്യ നേരിട്ടേക്കും. ഇന്ത്യ വിട്ടുവീഴ്ച ചെയ്യാത്തതിന് ട്രംപിന്റെ തിരിച്ചടിയാണ് ഇതൊക്കെയെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. എണ്ണപ്പാടങ്ങളുടെ വികസനത്തിന് പാകിസ്ഥാനുമായി കരാർ ഒപ്പിട്ടത് അമേരിക്കയുടെ നിർണായക നീക്കമാണ്. ഇന്ത്യക്ക് കനത്ത ആഘാതം സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് ട്രംപിന്റെ ലക്ഷ്യം. കഴിഞ്ഞ 3 മാസമായി ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ നടക്കുകയായിരുന്നു. കാർഷിക ഉൽപ്പന്നങ്ങളുടെ തീരുവയിൽ തട്ടി ഇത് വഴിമുട്ടിയതോടെയാണ് ട്രംപ് അധിക തീരുവ പ്രഖ്യാപിച്ചത്. അമേരിക്കയിൽ കെട്ടിക്കിടക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണി തേടുകയാണ് ട്രംപിന്റെ ലക്ഷ്യമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. പുതിയ തീരുമാനം നടപ്പാക്കിയാൽ ടെക്സ്റ്റൈൽസ് അടക്കം പല ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതിയെ ബാധിക്കും. മേഖലയിലെ പല രാജ്യങ്ങൾക്കും ട്രംപ് പ്രഖ്യാപിച്ച തീരുവയേക്കാൾ കൂടുതലാണ് ഇന്ത്യക്ക് ചുമത്തിയിരിക്കുന്നത്. അത് ഇന്ത്യയോടുള്ള വഞ്ചനയാണ്. ഇതിനെതിരെ ഒന്നും പ്രതികരിക്കാതെ കേന്ദ്ര സർക്കാർ ഇരിക്കുന്നതാണ് പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നത്.